എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, മുന്നിൽ വന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിനെയും അതുപോലെ നേർക്ക് നേരെ വന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയും നമുക്ക് പ്രതിരോധിക്കാനാകും. സത്യത്തിൽ ഇവരെ നമുക്ക് ഇഷ്ടവുമാണ്, അല്ലേ? കാരണം മറ്റൊന്നുമല്ല, ഇവരെ കാരണം നമുക്ക് നമ്മുടെ പോരായ്മകളെ വിലയിരുത്തുവാനും അതിനെ നേരെയാക്കിയെടുക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും ഈ ശത്രുക്കൾ നമ്മെ സഹായിക്കുന്നു. എന്നാൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ അങ്ങനെയല്ല. ഇവർ നമ്മളെ പല രീതിയിലും തളർത്തിക്കളയും. അതിനായി ഇവർ നമ്മുടെ കൂടെ നിന്ന് തന്നെ, എന്തു പറയാനാ, വേല വയ്ക്കും എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഇവരെ തിരിച്ചറിയാനും പ്രയാസമാണ്. പ്രാക്ക്, കണ്ണേറ്, വേണമെങ്കിൽ ഇവർ നമുക്ക് മോശമായ ആഭിചാരം ചെയ്തു എന്നും വരാം. ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, സ്വന്തം പ്രശ്നങ്ങളല്ല ഓരോരുത്തരുടെയും ഉറക്കം കെടുത്തുന്നത്. അടുത്തുള്ളവൻ്റെ ഉയർച്ചയിലാണ് അവൻ പരവശനായി മാറുന്നത്. അങ്ങനെയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നാം അറിയാത്ത ഈ ശത്രുക്കൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത മിത്രമാകാം, അയൽവാസികളുമാകാം, സഹപ്രവർത്തകരാകാം, സഹപാഠികളാകാം, ഏറ്റവും അടുത്ത ബന്ധുക്കളും ആകാം. പിന്നെ ഇവർ ആരാണെന്ന് തിരിച്ചറിഞ്ഞാലും ഒന്നും ചെയ്യാനും നമ്മെ കൊണ്ടാകില്ല എന്നതാണ് സത്യം. ഇവരെ നമ്മുടെ ജീവിത മാർഗത്തിൽ നിന്നും തുരത്തുവാനായി ജപിക്കേണ്ട ഒരു ശക്തിയേറിയ മഹാകാളി ശത്രുനാശക മന്ത്രത്തെ പറഞ്ഞുതരാം. ഉഗ്രമായ രൂപമാണ് അമ്മയ്ക്ക്. ഇതിനുള്ള കാരണം അറിയാമല്ലോ. ഇതുപോലെ ഒരമ്മ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ ദ്രോഹിക്കാൻ ആരെങ്കിലും ധൈര്യം കാണിക്കുമോ? ഇതാണ് അമ്മയുടെ രൂപത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. വിശദമായി മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമുക്ക് ചുറ്റും ഒളിഞ്ഞിരിക്കുന്ന, നമ്മെ ദ്രോഹിക്കുന്ന ആ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും അവർ നമുക്കെതിരെ ചെയ്യുന്ന ഓരോ ശ്രമങ്ങളും വിഫലമാക്കുവാനും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെട്ടു പോകാനും വേണ്ടി ജപിക്കേണ്ട ആ മഹാകാളി മന്ത്രത്തെ പറഞ്ഞുതരാം. മന്ത്രം ഇതാണ്: ഓം ദ്വല ജ്വല ഹ്രീം ശ്രൂം സ്രം വാം വം. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം ദ്വല ജ്വല ഹ്രീം ശ്രൂം സ്രം വാം വം. വളരെ പ്രഭാവശാലിയായ ശക്തിയേറിയ ഒരു മന്ത്രമാണിത്. നാനാഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നാശം വരുത്തുവാനായി ഈ മന്ത്രത്തിന് സാധിക്കും. അമാവാസ്യ ദിവസത്തിലോ കൃഷ്ണപക്ഷത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസമോ ഈ മന്ത്രത്തെ ജപിച്ച് തുടങ്ങാവുന്നതാണ്. അന്ധകാരമുള്ള മുറിയിൽ ആരും അറിയാതെ തെക്ക് ദിശയിൽ നോക്കിയിരുന്ന് വേണം ഈ മന്ത്രം ജപിക്കേണ്ടത്. വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാണിത്. അനാവശ്യമായി ജപിക്കാൻ പാടില്ല. ഒരു വിളക്ക് മാത്രം കത്തിച്ചു വെച്ചാൽ മതി. ഫോട്ടോയുടെയോ മറ്റൊന്നിൻ്റെയോ ആവശ്യമില്ല. ആദ്യമായി ജപിക്കുന്ന സമയത്ത് പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷം, രക്തചന്ദനം എന്നീ മാലകളിൽ ഏതെങ്കിലും ഒരു മാല ഉപയോഗിച്ച് 3 മാല ജപിക്കേണ്ടതാണ്. ജപമാല പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതിൻ്റെ ആവശ്യകതകളെപ്പറ്റിയും ജപമാല പിടിച്ച് ജപിക്കേണ്ട യഥാർത്ഥ വിധിയെപ്പറ്റിയും മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണുക. അത് കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആലസ്യം, തടസ്സങ്ങൾ എന്നിവ വരുമ്പോൾ നിങ്ങൾക്ക് ഈ മന്ത്രത്തെ 21 തവണ ഉറങ്ങുന്നതിന് മുമ്പ് ജപിച്ചാൽ മതിയാകും. വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിലും എഴുതുക.
മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും മഹാകാളി ദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.